പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ബി നിലവറ തുറക്കണമെന്ന് വിദഗ്ധ സമിതി. മൂല്യനിർണ്ണയം പൂർത്തിയാക്കാൻ നിലവറ തുറക്കേണ്ടത് അനിവാര്യമാണെന്നും നിലവറ തുറന്നാലേ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാകൂ എന്നും സമിതി ചൂണ്ടിക്കാട്ടുന്നു. ഇപ്പോൾ വിവരങ്ങളുമായി മനു ശങ്കരൻ ചേരുന്നു. മനു, മൂല്യനിർണ്ണയം പൂർണ്ണമാകണമെങ്കിൽ നേരത്തെ തുറക്കാൻ വിസമ്മതിക്കപ്പെട്ട ആ ബി നിലവറ കൂടി തുറക്കണം എന്ന നിലപാടാണോ വിദഗ്ധ സമിതി മുമ്പോട്ട് വെച്ചിരിക്കുന്നത്? എന്തൊക്കെ വിശദാംശങ്ങൾ? അജിംഷാദ്, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധി സംബന്ധിച്ചുള്ള മൂല്യനിർണ്ണയം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് നൽകുവാൻ ബി നിലവറ കൂടി തുറക്കണമെന്നാണ് ഇപ്പോൾ MV നായർ അധ്യക്ഷനായ വിദഗ്ധ സമിതി സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഇതിൽ ചൂണ്ടിക്കാട്ടുന്നത് ഈ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ നിധികൾ സംബന്ധിച്ചുള്ള മൂല്യനിർണ്ണയം നടത്തി നിധി വേർതിരിച്ചുള്ള കണക്കുകൾ വ്യക്തമാക്കണമെന്നായിരുന്നു സുപ്രീം കോടതി വിദഗ്ധ സമിതിയോട് ആവശ്യപ്പെട്ടിരുന്നത്. ഇതനുസരിച്ച് ബി നിലവറ ഒഴികെയുള്ള 4 നിലവറകളുടെയും നിധികളുടെ മൂല്യനിർണ്ണയം നടത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് നിധി വേർതിരിച്ചുള്ള കണക്കുകളും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതെല്ലാം തങ്ങൾ ക്രോഡീകരിച്ചിരിക്കുകയാണ്. എന്നാൽ സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുഴുവൻ നിധിയുടെയും വ്യക്തമായ മൂല്യനിർണ്ണയം നടത്തിയ കണക്കുകൾ സുപ്രീം കോടതി മുമ്പാകെ നൽകണം എന്നായിരുന്നു സുപ്രീം കോടതി നിർദ്ദേശിച്ചിരുന്നതും ഉത്തരവിട്ടിരുന്നതും. എന്നാൽ ഇത് പൂർത്തിയാക്കുവാൻ ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന ഈ ബി നിലവറ കൂടി തുറക്കാതെ സാധ്യമാകില്ല എന്നാണ് എന്തായാലും ഇപ്പോൾ വിദഗ്ധ സമിതി സുപ്രീം കോടതിക്ക് മുമ്പാകെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ തന്നെ ആദ്യ കമ്മിറ്റിയിൽ ഇത്തരത്തിലൊരു ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ തന്നെ ഈ നിലവറ തുറക്കാൻ പ്രയാസമുണ്ടെന്നും ഇതിൽ നിധി സംരക്ഷിക്കുന്ന ഒരു ഗുഹയല്ല എന്നും മറ്റുമുള്ള ഒരു പ്രചാരണങ്ങളും അരങ്ങേറിയിരുന്നു. എന്തായാലും ഈ നിലവറ തുറക്കാൻ സാധ്യമല്ല എന്നൊരു നിലപാടായിരുന്നു ആദ്യഘട്ടങ്ങളിൽ എടുക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ ഇത് മാറ്റാതെ സുപ്രീം കോടതിയുടെ ഉത്തരവ് പൂർത്തീകരിക്കാനാകില്ല എന്നാണ് വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടുന്നത്. AEDF നിലവറകളും എന്തായാലും 4 നിലവറകളും വിദഗ്ധ സമിതി മൂല്യനിർണ്ണയം നടത്തി കണക്കുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഈ അടച്ചിട്ടിരിക്കുന്ന ഈ ബി നിലവറ തുറക്കാൻ പ്രയാസമുണ്ടെന്ന് അവകാശപ്പെടുന്ന ഈ ബി നിലവറ തുറന്ന് ഇതിനകത്തെ നിധി ഉണ്ടെങ്കിൽ ആ നിധി സംബന്ധിച്ചുള്ള വ്യക്തമായ വേർതിരിച്ചുള്ള കണക്കും മൂല്യനിർണ്ണയവും നടത്തേണ്ടത് സുപ്രീം കോടതിയുടെ അത് തന്നെയാണ് മനു ശങ്കരൻ. അതായത് സുപ്രീം കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു ആവശ്യം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ വിദഗ്ധ സമിതി ഈ ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. നേരത്തെ മനു തന്നെ സൂചിപ്പിച്ചതുപോലെ ബി നിലവറയിൽ നിധിശേഖരവുമായി ബന്ധപ്പെട്ട ഒന്നുമില്ല എന്ന അഭിപ്രായം പൊതുവെ ക്ഷേത്ര ഭരണത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഒരു ഘട്ടം. ഈ ഘട്ടത്തിൽ വിദഗ്ധ സമിതി ഇപ്പോൾ മുമ്പോട്ട് വെച്ച ഈ നിർദ്ദേശത്തിന് എന്തൊക്കെ രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൂടി? തീർച്ചയായും ഇനി ക്ഷേത്ര പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ള എന്തെല്ലാം പ്രതികരണങ്ങളാകും ഉണ്ടാകുക എന്നതാണ് ശ്രദ്ധേയമായി നോക്കിക്കാണേണ്ടത്. ഇതിൽ തന്നെ ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങളടക്കം രാജകുടുംബത്തിലെ അംഗങ്ങളടക്കം മുന്നോട്ട് വച്ചിരുന്ന നിർദ്ദേശങ്ങളും ഈ ബി നിലവറ ഈ ക്ഷേത്ര ആചാരങ്ങളുടെ ഭാഗമായി അടച്ചിട്ടിരുന്നതാണ്. ഇത് കാലങ്ങളായി ഈ ഒരു രീതി തുടർന്നു പോരുന്നതാണ്. അതിനാൽ തന്നെ ഇത് പെട്ടെന്ന് തുറക്കുവാൻ സാധ്യമല്ലെന്നും മറ്റുമാണ് ക്ഷേത്ര പ്രതിനിധികളും ഒപ്പം രാജകുടുംബത്തിലെ പ്രതിനിധികൾ പോലും പ്രതികരിക്കുകയും ഉണ്ടായിരുന്നത്. ഇത് ക്ഷേത്രത്തിൽ നിന്നും ഒപ്പം കടലുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണെന്നും അതിനാൽ തന്നെ ഈ നിലവറ തുറന്നാൽ ഒരുപക്ഷെ കടലിന്റെ അറ്റത്തുള്ള ഭാഗവുമായി ക്ഷേത്രത്തിന് ബന്ധം സ്ഥാപിക്കേണ്ടി വരുമെന്നും ഇത് ആചാരനിഷ്ഠകൾ പ്രകാരം തെറ്റാണ് എന്നും മറ്റുമാണ് എന്തായാലും രാജകുടുംബാംഗങ്ങൾ ഇത് സംബന്ധിച്ച് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബി നിലവറ തുറക്കുവാൻ പ്രയാസമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പകരമുള്ള AEDF എന്ന 4 നിലവറകൾ മാത്രം തുറന്ന് ഇതിനകത്തെ നിധി വേർതിരിച്ചുള്ള മൂല്യനിർണ്ണയ കണക്ക് വിദഗ്ധ സമിതി എന്തായാലും തയ്യാറാക്കിയിരുന്നത്. എന്നാലും ഇത് സംബന്ധിച്ച് എന്തായാലും സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുഴുവൻ നിധികളുടെയും കണക്കുകൾ സുപ്രീം കോടതിക്ക് മുമ്പാകെ നൽകണം എന്നതാണ്. എന്നാൽ ഇത് നൽകണമെങ്കിൽ ബി നിലവറ കൂടി തുറന്ന് ഇതിന്റെ അകത്ത് നിധി ഉണ്ടെങ്കിൽ ആ നിധിയുടെ മൂല്യനിർണ്ണയ കണക്ക് കൂടി വ്യക്തമാക്കിയതിനു ശേഷം മാത്രമേ അന്തിമ റിപ്പോർട്ട് നൽകാനാകൂ എന്നാണ് എന്തായാലും വിദഗ്ധ സമിതി ഇപ്പോൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. പക്ഷെ അങ്ങനെയെങ്കിൽ മനു ശങ്കരൻ ഈ 4 നിലവറകൾ തുറക്കപ്പെട്ട 4 നിലവറകൾക്ക് പുറമെ ഈ ബി നിലവറ കൂടി തുറന്നാൽ അതൊരു പക്ഷെ ആചാരവുമായി ബന്ധപ്പെട്ട പ്രതിരോധമാണ് ഒരുപക്ഷെ ക്ഷേത്രം ഭാരവാഹികൾ അല്ലെങ്കിൽ രാജകുടുംബത്തിന്റെ പ്രതിനിധികൾ മുമ്പോട്ട് വെക്കുന്നതെങ്കിൽ ഒരുപക്ഷെ വിദഗ്ധ സമിതിയുടെ ഭാഗത്തിന് തിരിച്ചടിയാകില്ലേ?
തീർച്ചയായും അങ്ങനെ അത് വലിയ രീതിയിലുള്ള ഒരു വാദപ്രതിവാദങ്ങൾക്ക് വഴിവെച്ചേക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ എന്തായാലും നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. കാരണം കാലങ്ങളായി ആചാരം അനുഷ്ഠിച്ചു വരുന്ന ഇത്തരത്തിലുള്ള ഒരു കാര്യം പെട്ടെന്ന് ഒരു മാറ്റം സംഭവിപ്പിക്കുക എന്നതിലേക്ക് രാജകുടുംബാംഗങ്ങളുടെ അഭിപ്രായം കൂടി പരിഗണിച്ചതിന് ശേഷം മാത്രമേ സുപ്രീം കോടതി നിലപാട് അറിയിക്കൂ എന്നാണ് അറിയുന്നത്. എന്തായാലും ഈ കാര്യത്തിൽ സർക്കാർ നിലപാട് എന്നുകൂടി വ്യക്തമായതിനു ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചൊരു ഉത്തരവ് സുപ്രീം കോടതി പുറപ്പെടുവിക്കുകയുള്ളൂ എന്നാണ് എന്തായാലും നിയമവിദഗ്ധരുമായി നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഈ 4 നിലവറകളിലെ മൂല്യനിർണ്ണയ കണക്കുകൾ വ്യക്തമാക്കി കഴിഞ്ഞു. ഇതിന് ശേഷമുള്ള 5ാമത്തെ ഈ ബി നിലവറയ്ക്കുള്ളിലെ രഹസ്യം എന്താണെന്ന് വ്യക്തമാക്കണമെന്നും ഇതിനകത്ത് നിധി ഉണ്ടെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള വ്യക്തമായ വേർതിരിച്ചുള്ള മൂല്യനിർണ്ണയ കണക്ക് തയ്യാറാക്കിയതിനു ശേഷം മാത്രമേ അന്തിമ റിപ്പോർട്ട് നൽകാനാകൂ എന്നും കൂടിയാണ് MU നായർ അധ്യക്ഷനായ വിദഗ്ധ സമിതി എന്തായാലും ഇപ്പോൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. ഇനി ഇതിൽ ഇരു വിഭാഗങ്ങളുടെയും സർക്കാരിന്റെയും രാജകുടുംബാംഗങ്ങളുടെയും കൂടി അഭിപ്രായം പരിഗണിച്ചതിന് ശേഷമാകും സുപ്രീം കോടതി ഇത് സംബന്ധിച്ചുള്ള ഒരു ഉത്തരവ് പുറപ്പെടുവിക്കുക എന്നാണ് അറിയുന്നത്. അജിംഷ. ശരി, മനു ശങ്കരനാണ് വിവരങ്ങൾ നൽകിയത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഇതുവരെ തുറക്കാതിരുന്ന ബി നിലവറ കൂടി തുറക്കണമെന്ന ആവശ്യമാണ് വിദഗ്ധ സമിതി മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അതായത് സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള മൂല്യനിർണ്ണയം പൂർത്തിയാകണമെങ്കിൽ ഈ നിലവറ കൂടി തുറക്കേണ്ടത് അനിവാര്യമാണ് എന്ന ആവശ്യമാണ് വിദഗ്ധ സമിതി മുമ്പോട്ട് വച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഇത് തുറന്നാൽ മാത്രമേ മൂല്യനിർണ്ണയം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാനാകൂ എന്നുമാണ് സമിതി ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഇതിന്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് മനു ശങ്കരൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. സോളാർ കമ്മീഷന് മുന്നിൽ സരിതയുടെ സിറ്റിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഏതാണ്ട് അരമണിക്കൂറോളമാകുന്നു സിറ്റിംഗ് തുടങ്ങിയതിന് ശേഷം. ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളാണ് പുരോഗമിക്കുക. ഡിജിറ്റൽ തെളിവ് കൈമാറും എന്ന് സരിത പറഞ്ഞിരിക്കുന്ന ദിവസം ഇന്നാണ്. അത്തരം ഒരുപാട് പ്രത്യേകതകൾ ഈ ഇന്നത്തെ വിസ്താരത്തിനുണ്ട്, ഇന്നത്തെ സിറ്റിംഗിനുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ഷാജഹാൻ തന്നെ അവിടെ നിന്നും ചേരുകയാണ് ഞങ്ങളുടെ പ്രതിനിധി. ഷാജി, വിസ്താരം എവിടം വരെയായി? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെ? ഷാജി, അതായത് ഇന്ന് പ്രധാനമായിട്ടും ഇന്ന് കമ്മീഷന് മുൻപിൽ ഉച്ചയ്ക്ക് ശേഷം പറഞ്ഞോളൂ ഷാജി, തുടരാം. പരാതി ചില തെളിവുകൾ നൽകുമെന്നാണ് സരിത എസ് നായർ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രിയുമായിട്ട് നടത്തിയ ചില ടെലിഫോൺ സംഭാഷണങ്ങളുടെ തെളിവുകളായിരിക്കും ഇന്ന് സരിത കമ്മീഷൻ മുൻപിൽ ഹാജരാക്കാൻ സാധ്യതയുള്ളത്. ഡിജിറ്റൽ തെളിവുകൾ ഇന്ന് ഹാജരാക്കാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് വരും ദിവസങ്ങളിലായിരിക്കും അത്തരത്തിലുള്ള തെളിവുകൾ നൽകുന്നത്. ഇന്ന് മുഖ്യമന്ത്രിയും ബെന്നി ബെഹനാനും തമ്പാനൂർ രവിയും സരിതയും ഒക്കെ ആയിട്ടുള്ള സംഭാഷണത്തിന്റെ വളരെ കൃത്യമായിട്ടുള്ള ചില തെളിവുകൾ നൽകും. ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീധരൻ നായരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ ഈ സോളാർ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ കുറിച്ചുമുള്ള ഓഡിയോ റെക്കോർഡിംഗ് അടക്കമുള്ള തെളിവുകളാണ് സരിത എസ് നായർ നൽകുന്നത്. കക്ഷികളുടെ അഭിഭാഷകരാണ് ഇപ്പോൾ സരിതയെ ക്രോസ് വിസ്താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ബിജു രാധാകൃഷ്ണൻ ക്രോസ് വിസ്താരം ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തന്നെ വാട്സപ്പിലൂടെ അപമാനിച്ച ആലപ്പുഴയിലെ ചില കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പരാതി നൽകിയിട്ടുണ്ട് എന്ന് സരിത ഇപ്പോൾ കമ്മീഷന് മുന്നിൽ പറഞ്ഞു. നേരത്തെ സരിത കേരള പോലീസ് അസോസിയേഷന് സംഭാവന നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു ആദ്യം കമ്മീഷന് മുൻപിൽ പറഞ്ഞത്. 40 ലക്ഷമായിരുന്നു അവർ ആവശ്യപ്പെട്ടത്, അതിൽ 20 ലക്ഷം നൽകി എന്ന് സരിത പറയുകയുണ്ടായി. സോളാർ കേസുമായി ബന്ധപ്പെട്ട് ശ്രീധരൻ നായരെ മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയിട്ട് തന്റെ ഇമെയിൽ വഴിയാണ് ശ്രീധരൻ നായരുമായി ബന്ധപ്പെട്ടതെന്ന് സരിത പറയുകയുണ്ടായി. ഇത്തരത്തിൽ പുതിയ കാര്യങ്ങൾ, കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായിട്ട് സോളാറുമായിട്ടും കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് സരിത ഇപ്പോൾ ക്രോസ് വിസ്താരത്തിനിടയ്ക്ക് മൊഴി നൽകിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ടെലിഫോൺ കോൾ ഡീറ്റെയിൽ പൂർണ്ണമായിട്ടും കമ്മീഷൻ ഇവിടെ ഹാജരാക്കിയിരുന്നു. ഇതിൽ സരിത വിളിച്ച നമ്പറുകളൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് കമ്മീഷൻ ക്രോസ് വിസ്താരത്തിലൂടെ ഇതിന്റെ ഉറവിടത്തെക്കുറിച്ച് ആരായുകയുണ്ടായി. താൻ മുഖ്യമന്ത്രിയുമായിട്ട് നിരവധി തവണ ഫോണിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി. ജോപ്പനുമായിട്ടും അതുപോലെ മുഖ്യമന്ത്രിയുമായിട്ട് അടുപ്പമുള്ള സലീം രാജ് അടക്കമുള്ളവരൊക്കെയായിട്ട് ടെലിഫോണിൽ മൊബൈൽ ഫോൺ വഴി ബന്ധപ്പെട്ടിരുന്നു. ഇതൊക്കെ തന്നെ മുഖ്യമന്ത്രിയുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് താൻ ബന്ധപ്പെട്ടിരുന്നതെന്നും സരിത എസ് നായർ കഴിഞ്ഞ ദിവസം കമ്മീഷൻ മുമ്പിൽ പറഞ്ഞിരുന്നു. ഇതിനുശേഷമാണ് സരിത കഴിഞ്ഞ ദിവസം സീൽഡ് കവറിൽ തൻ്റെ സ്വകാര്യ കാര്യങ്ങളായിട്ട് അടക്കമുള്ള ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ രഹസ്യമായിട്ടുള്ള വിവരങ്ങൾ കമ്മീഷൻ മുൻപിൽ കൈമാറിയിരുന്നു. ഇതിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന, കേരളം രാഷ്ട്രീയം ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ് അതിൻ്റെ അകത്തുള്ളതെന്നും ചില രേഖകളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമായിരുന്നു. ഇതിൻ്റെ പൂർണ്ണ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ ലഭ്യമായിട്ടില്ല. ഇപ്പോഴും ക്രോസ് വിസ്താരം, അതായത് കക്ഷികളുടെ അഭിഭാഷകർ സരിതയെ ക്രോസ് വിസ്താരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അജിൻഷാദ്.
അതായത് ഷാജി, പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്ന് പറയാവുന്നവ ഇന്ന് ഡിജിറ്റൽ തെളിവ് കൈമാറുക എന്നത് തന്നെയാണ്. പക്ഷെ ബിജു രാധാകൃഷ്ണൻ വിസ്താരം നടത്തുമ്പോൾ അത് രഹസ്യമായി വേണമെന്നും സരിത ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതെപ്പോഴാണ് ആരംഭിക്കുക? തീർച്ചയായിട്ടും അത്തരത്തിലൊരു ആവശ്യവും ബിജു രാധാകൃഷ്ണൻ മുന്നോട്ട് വെച്ചതായിട്ടാണ് നമുക്ക് കമ്മീഷന്റെ ഭാഗത്തു നിന്നും അറിയാൻ സാധിച്ചിരിക്കുന്നത്. അത്തരത്തിൽ അതിന് കൃത്യമായിട്ടൊരു മറുപടി കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇതുവരെ എത്തിയിട്ടില്ല. തനിക്ക് രഹസ്യമായിട്ട് സരിതയെ ക്രോസ് വിസ്താരം നടത്താനുള്ള അനുമതി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ബിജു രാധാകൃഷ്ണൻ കമ്മീഷന് മുൻപിൽ ഹാജരായി ഉടൻ തന്നെ എന്ന് പറഞ്ഞത്. പക്ഷേ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടൊരു മറുപടി കമ്മീഷന്റെ ഭാഗത്തു നിന്നും നമുക്ക് ലഭ്യമായിട്ടില്ല. അത്തരത്തിലുള്ള മറുപടി കമ്മീഷന്റെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കക്ഷികളുടെ അഭിഭാഷകരാണ് ഇപ്പോൾ സരിത എസ് നായരെ ക്രോസ് വിസ്താരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും. അതായത് ഷാജി, ഒപ്പം ഷിബു ബേബി ജോണിന്റെ അഭിഭാഷകന് വിമർശനം നേരിടേണ്ടി വന്ന സാഹചര്യം കൂടി അതുകൂടി തീർച്ചയായിട്ടും ഷിബു ബേബി ജോണിന്റെ അഭിഭാഷകൻ എന്ന കമ്മീഷന് മുൻപിൽ ഹാജരാകണമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. സരിതയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. പക്ഷേ ഇന്ന് അഭിഭാഷകൻ കമ്മീഷന് മുൻപിൽ ഹാജരായിരുന്നില്ല. ഇതിന് രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ശിവൻ മഠത്തിൽ എന്ന അഭിഭാഷകനാണ് ഇന്ന് ഹാജരാകാതിരുന്നത്. ഇന്ന് ഉച്ചവരെ അതിനുള്ള സമയം നൽകിയിട്ടുണ്ട്. അതല്ലെങ്കിൽ തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് കമ്മീഷൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇന്ന് ഉച്ചയ്ക്ക് മുൻപായിട്ട് ഷിബു ബേബി ജോണിന്റെ അഭിഭാഷകൻ കമ്മീഷന് മുൻപിൽ ഹാജരായില്ലെങ്കിൽ കമ്മീഷൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നുള്ള സൂചനയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഇപ്പോഴും സരിത എസ് നായരുമായി ബന്ധപ്പെട്ടുള്ള കക്ഷികളുടെ ക്രോസ് വിസ്താരം മുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യക്തമായിട്ടുള്ള അപ്ഡേഷൻ നമുക്കിപ്പോഴും ലഭ്യമായിട്ടില്ല. ശരി ഷാജി. ഷാജിയാണ് വിവരങ്ങൾ നൽകിയത്. സരിതയുടെ വിസ്താരം പുരോഗമിക്കുകയാണ്. സരിതയുടെ സിറ്റിംഗ് ഇന്ന് സോളാർ കമ്മീഷന് മുന്നിൽ ഏതാണ്ട് അരമണിക്കൂറായി തുടരുകയാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് സോളാറിൽ സിറ്റിംഗിൽ സരിത മുമ്പോട്ട് വെക്കുന്നത്. ഡിജിറ്റൽ തെളിവ്, അതായത് മുഖ്യമന്ത്രി മലയാളി സീതന്നാരുമായി ഇരിക്കുന്നതിൻ്റെ ഡിജിറ്റൽ തെളിവുകൾ അടക്കമുള്ളവ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഹാജരാക്കും. ഒപ്പം ബിജു രാധാകൃഷ്ണൻ ഇന്ന് സരിതയെ വിസ്തരിക്കും. ഇപ്പോൾ വിസ്താരം അവിടെ മറ്റ് കക്ഷികളുടെ അഭിഭാഷകരുടെ വിസ്താരം സരിതയ്ക്ക് മേൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവരങ്ങളാണ്, വിശദാംശങ്ങളാണ് ഷാജി നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ആഭ്യന്തര വകുപ്പിനെതിരെ മാണി ഗ്രൂപ്പിന്റെ പ്രതിഷേധം. മാണിയെ നിയമക്കുരുക്കിലാക്കാൻ നീക്കം നടക്കുന്നതായി മാണി ഗ്രൂപ്പ് ആരോപിക്കുന്നു. ബാബുവിനെ സുരക്ഷിതനാക്കി ബാർ കേസിൽ റിപ്പോർട്ടുണ്ടാക്കി. സുകേഷിനെതിരായ റിപ്പോർട്ടിനെ ചൂണ്ടിക്കാട്ടി അതിനെ സ്വാഗതം ചെയ്യുന്നുവെന്നും നേതാക്കൾ ആരോപിക്കുകയാണ്. വിവരങ്ങളും വിശദാംശങ്ങളുമായി MR സജേഷ് തന്നെ ചേരുന്നു. സജേഷ്, നേരത്തെ തന്നെ ഈ വാർത്ത നമ്മൾ പുറത്തുവിടുന്ന ഘട്ടത്തിൽ കേരള കോൺഗ്രസിന്റെ നേതാക്കന്മാരടക്കം എത്തുകയും ഈ വാർത്ത സ്ഥിരീകരിക്കുന്ന ഒരു ഘട്ടമാണ് ഉണ്ടായത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? അജിംഷാദ്, ബാർ കേസ് അന്വേഷിച്ച SP സുകേഷിനെതിരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ച ആഭ്യന്തര വകുപ്പിന്റെ നടപടിയെ പരസ്യമായി ന്യായീകരിച്ചാണ് ഇന്നലെ മാണി ഗ്രൂപ്പ് നേതാക്കൾ രംഗത്ത് വന്നത്. എന്നാൽ KM മാണിയുടെ നിലപാട് അതല്ല. KM മാണി ആഭ്യന്തര വകുപ്പിന്റെ നീക്കത്തിൽ സംശയം പ്രകടിപ്പിക്കുന്നു. ഇക്കാര്യത്തിലുള്ള സംശയം വളരെ അടുത്ത ആളുകളോട് KM മാണി പങ്കുവെക്കുകയും ചെയ്തു. ബാർ കോഴ കേസ് ഈ മാസം 16 കോടതി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിലാണ് മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച ഉദ്യോഗസ്ഥന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണം വരുന്നത്. ഇത് അന്തിമ റിപ്പോർട്ടിനെ നിയമക്കുരുക്കിലാക്കും എന്ന സംശയമാണ് KM മാണി പങ്കുവെക്കുന്നത്. ആഭ്യന്തര വകുപ്പിന്റെ നീക്കത്തിൽ കടുത്ത അതൃപ്തിയുമുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ബിജു രമേശ് കോഴ ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ മാത്രമാണ് ഇത്തരമൊരു അന്വേഷണം പ്രഖ്യാപിച്ചത്. 2015 ഫെബ്രുവരി 6-ന് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിൽ കിട്ടിയിരുന്നു. ഒരു വർഷത്തോളം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു. എന്നിട്ട് ബാർ കേസിന്റെ റിപ്പോർട്ട് കോടതിയിൽ എത്തിയതിനു ശേഷം ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. ഈ നടപടിയിൽ KM മാണി കൃത്യമായും സംശയവും അതൃപ്തിയും പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ K ബാബുവിനെതിരെ നടന്ന അന്വേഷണത്തിൽ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊന്നും ഉണ്ടായില്ല. വിശ്വസ്തരായ അന്വേഷണ ഉദ്യോഗസ്ഥരെ കൊണ്ട് കേസ് അന്വേഷിപ്പിച്ചു. ബാബുവിനെ സുരക്ഷിതനാക്കി റിപ്പോർട്ട് തയ്യാറാക്കി. KM മാണിയെ നിയമക്കുരുക്കിലേക്കാക്കാൻ ആഭ്യന്തര വകുപ്പ് നീക്കം നടത്തുന്നു എന്ന തരത്തിലുള്ള അതൃപ്തിയാണ് KM മാണി അടുപ്പക്കാരോട് പങ്കുവെക്കുന്നത്. അജിംഷാദ്. ശരി സജേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ നവകേരള മാർച്ചിൽ പിണറായി വിജയൻ സംസാരിക്കുന്നു. മുണ്ടക്കയത്ത് തത്സമയം. വായിക്കലല്ലാതെ വേറെ മാർഗമില്ല. അതാണ് ഭരണഘടനാ ബാധ്യത നിർവഹിക്കുന്നത് അദ്ദേഹം പറഞ്ഞു. പക്ഷേ തന്റെ മനസാക്ഷിക്ക് നിരക്കുന്ന കാര്യങ്ങളായിരിക്കില്ല ഈ വായിച്ചത്. കാരണം വായിച്ചത് മുഴുവൻ കള്ളങ്ങളാണല്ലോ. അത് അദ്ദേഹത്തിന് കുറെ കാര്യങ്ങൾ അറിയാം. അപ്പോ മനസാക്ഷിക്ക് വിരുദ്ധമായി
മന്ത്രിസഭ എഴുതി കൊടുത്ത കാര്യങ്ങൾ വായിക്കാൻ ഭരണഘടനാ ബാധ്യതയുണ്ട് എന്നതുകൊണ്ട് അത് അദ്ദേഹം നിറവേറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഭരിക്കാൻ അർഹതയില്ലാത്തൊരു കൂട്ടർ നമ്മുടെ നാട് ഭരിക്കുകയാണ്. ഒരു നിമിഷം പോലും ഉമ്മൻചാണ്ടിക്ക് അധികാരത്തിൽ തുടരാൻ അർഹതയില്ല എന്നാണ് അവസ്ഥ. ഒരു നിമിഷവും കളയാതെ രാജിവെച്ച് പോകുന്നതാണ് ഉമ്മൻചാണ്ടിക്ക് നല്ലത്. കാരണം പ്രതിഷേധം അത്ര കനത്ത രീതിയിൽ വരികയാണ്. നിയമസഭയിൽ അത് കണ്ടു, കേരളത്തിലാകെ അത് കാണുകയാണ്. പ്രതിഷേധത്തെ അടിച്ചമർത്താമെന്നാണ് ഉമ്മൻചാണ്ടി കരുതുന്നത്. അടിച്ചമർത്താൻ ശ്രമിച്ചാൽ ഒരു പ്രതിഷേധവും തളർന്നു പോയിട്ടില്ല. എല്ലാം കൂടുതൽ ശക്തിപ്പെട്ട ചരിത്രമേ ഉള്ളൂ. അത് ഉമ്മൻചാണ്ടി ഓർക്കുന്നത് നല്ലതാണ്. ഒരു നിമിഷവും കളയാതെ രാജിവെച്ച് പോകുന്നതാണ് ഉമ്മൻചാണ്ടിക്ക് നല്ലത്. ഞങ്ങളെ അഴിമതി വിമുക്തം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു തലത്തിൽ മാത്രമല്ല, എല്ലാ തലങ്ങളിലും അഴിമതി വിമുക്തമാണ്. ഇപ്പോൾ മന്ത്രിസഭാ തലത്തെക്കുറിച്ച് നാട്ടുകാർക്ക് തന്നെ ധാരണയുണ്ട്. ഇവിടെ LDFന്റെ ഒരു മന്ത്രിസഭ ഉണ്ടായാൽ അതിനകത്ത് KM മാണിമാരും ബാബുമാരും ഉണ്ടാകില്ല എന്ന് എല്ലാവർക്കും നല്ല നിശ്ചയമുണ്ട്. എന്നാൽ അതല്ല പ്രശ്നം. ഒരു സർക്കാർ തീരുമാനം ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരൻ സർക്കാരുമായി ബന്ധപ്പെട്ടാൽ അതിന് പിഴയൊടുക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് ശരിയായ നിലയല്ല. അതായത് ചിലയിടങ്ങളിലൊക്കെ കൈക്കൂലി കൊടുക്കേണ്ടി വരും. ഈ കൈക്കൂലി പൂർണ്ണമായും ഒഴിവാക്കാനാവും. അപ്പോൾ ചിലര് അതൊന്നും സാധിക്കുന്ന കാര്യമല്ല, അത് അത്ര വ്യാപകമായതാണല്ലോ, എങ്ങനെ ഒഴിവാക്കുമെന്നൊക്കെ ചിന്തിക്കുന്നത്. അതിന് ശങ്കിക്കേണ്ടതില്ല. നമുക്ക് പൂർണ്ണമായും അഴിമതി ഇല്ലാതാക്കാൻ കഴിയും. അതിന് വേണ്ടത് ഭരണ നടപടികളെല്ലാം സുതാര്യമാവണം. പിന്നെ ഒരു കടലാസ് ഒരിടത്ത് കിട്ടിയാൽ അതിട്ട് തട്ടിക്കളിക്കാൻ പറ്റില്ല. അത് സമയബന്ധിതമായി തീരുമാനിക്കണം. അതിനുള്ള സമയപരിധി നിശ്ചയിക്കണം. അങ്ങനെ പൂർണ്ണമായും അഴിമതി വിമുക്തമായ ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റണം. ഇതെല്ലാം ശരിയായ രീതിയിൽ നമ്മുടെ നാടിന് ആസ്വദിക്കണമെങ്കിൽ നാടിന്റെ ഇന്നത്തെ രീതിക്ക് മാറ്റം വരാതിരിക്കണം. എന്താ ഇന്നത്തെ രീതി? നമ്മുടെ നാട് ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവരും സോദരത്വേന വാഴുന്ന നാടാണ്. ഇതിന് മാറ്റം ഉണ്ടാകാതിരിക്കണം. എന്നാൽ ഇതിന് മാറ്റം ഉണ്ടാക്കാൻ വലിയ ശ്രമം നടക്കുന്നുണ്ട്. അതാണ് വർഗീയ ശക്തികൾ നടത്തുന്ന ശ്രമം. ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയൊരു ശ്രമം നടന്നു. ആ ശ്രമം RSS ആണ് നേതൃത്വം കൊടുത്തത്. RSSന് കേരളത്തിൽ നല്ലതുപോലെ ശക്തി പ്രാപിക്കണം. അവരാഗ്രഹിച്ചിട്ട് അങ്ങനെ നടക്കുന്നില്ല.
അതിന് അവർ ചെയ്തത് വെള്ളാപ്പള്ളി നടേശനെ കൂടെ നിർത്തി. അപ്പൊ RSS ആഗ്രഹിച്ചതും വെള്ളാപ്പള്ളി നടേശൻ ചിന്തിച്ചതുമൊക്കെ വെള്ളാപ്പള്ളി നടേശന്റെ കൂടെ SNDP-ക്കാര് മുഴുക്കെ RSSന്റെ കീഴിലാകുമെന്നാണ്. അപ്പൊ RSS സ്വാഭാവികമായും തടിക്കും. നല്ല സന്തോഷം RSSനുണ്ടായി. നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും അപ്പോൾ സന്തോഷം. ഉമ്മൻചാണ്ടിക്ക് എന്താ സന്തോഷത്തിന് കാരണം? SNDP-ക്കകത്ത് CPIM-ന്റെ കൂടെയുള്ള ധാരാളം ആളുകളുണ്ട്. അപ്പൊ അവര് മുഴുവൻ വെള്ളാപ്പള്ളിയുടെ കൂടെ RSSന്റെ കൊടിക്കീഴിലായാൽ CPIM ക്ഷീണിച്ചു പോകും. ആ തക്കത്തിന് തങ്ങൾക്ക് നല്ല നിലക്ക് ജയിച്ചു വരാം. ഇതായിരുന്നു ഉമ്മൻചാണ്ടിയുടെ കണക്കുകൂട്ടൽ. ഞങ്ങളെങ്ങനെയാണ് അതിനെ എടുത്തത്? ഞങ്ങള് ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ 4 വോട്ടിനെ കുറിച്ച് ചിന്തിക്കാറേയില്ല. നമ്മുടെ നാടിന്റെ ഭാവി, വർഗീയതയെ എതിർക്കേണ്ടതിന്റെ ആവശ്യം, അത് മുൻനിർത്തിയുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. ഈ നീക്കത്തെ അതിശക്തമായി ഞങ്ങൾ എതിർത്തു. നമ്മുടെ നാടിനെ ഉണ്ടാക്കാൻ പോകുന്ന ആപത്ത് എന്ത് എന്നുള്ളത് ശരിയായ രീതിയിൽ തുറന്നു കാണിച്ചു. അതിന് ഫലവുമുണ്ടായി. ആദ്യ പ്രതികരണം ഉണ്ടായത് ശ്രീനാരായണീയനിൽ തന്നെയാണ്. SNDP അണിനിരന്ന ശ്രീനാരായണീയർ വെള്ളാപ്പള്ളി നടേശനോട് പറഞ്ഞു, നിങ്ങൾ വല്ലതും കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്നോ, ഞങ്ങളേതായാലും അങ്ങോട്ടില്ല. ഞങ്ങൾ ശ്രീനാരായണ ദർശനത്തിൽ നിൽക്കുന്നവരാണ്. ശ്രീനാരായണ ദർശനവും RSSും പൊരുത്തപ്പെടില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കുക. ഇത് ചെറിയ ക്ഷീണമല്ല വെള്ളാപ്പള്ളി നടേശനുണ്ടായിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നല്ല രീതിയിൽ കരാറുണ്ടാക്കാൻ വിദഗ്ധനാണ്. ഇതിന്റെ ഭാഗമായും ഒരു കരാറുണ്ടായിരുന്നു. അതില് വെള്ളാപ്പള്ളി നടേശന്റെ നേട്ടം മകന് ഡൽഹിയിൽ ഒരു കസേരയായിരുന്നു. അതായിരുന്നു കരാർ. പക്ഷെ കസേര കൊടുക്കേണ്ടവര് പിന്നെ അനങ്ങുന്നില്ല. RSSനെ തടിപ്പിക്കാനുള്ള പുതിയ പാർട്ടി ഉണ്ടാക്കി, മകനെ അതിന്റെ അധ്യക്ഷനാക്കി വെച്ചു. എന്നിട്ട് കസേര കൊടുക്കേണ്ടവർക്ക് മിണ്ടാട്ടമില്ല. എന്നാ പിന്നെ ഒന്ന് അന്വേഷിക്കുന്ന കാര്യം ഒരു തീരുമാനിച്ചു. അങ്ങനെ ഈ പുതിയ പാർട്ടിയുടെ പുതിയ അധ്യക്ഷൻ കിട്ടേണ്ടയാള് നേരെ ഡൽഹിയിൽ ചെന്നു. അപ്പോഴേക്ക് കസേര കൊടുക്കേണ്ടവർക്ക് മനസ്സിലായി ഇവരുടെ കയ്യിൽ പ്രത്യേക കോപ്പൊന്നുമില്ല. അപ്പൊ പറഞ്ഞു, കസേര കൊടുക്കേണ്ടവര് ഈ കസേര കിട്ടേണ്ടയാളോട് പറഞ്ഞു, തൽക്കാലം കേരളത്തിലേക്ക് തിരിച്ചു പോയി, ഇവിടെ ഇപ്പൊ കസേരയൊന്നും ഇല്ല. അങ്ങനെ നല്ല ക്ഷീണത്തോടെ തിരിച്ചു വന്ന് അച്ഛനും മകനും ഇപ്പോൾ ഒരു മൂലക്ക് കുത്തിയിരിക്കുകയാണ്. ഉമ്മൻചാണ്ടിക്ക് സംഭവിച്ചതോ? ഉമ്മൻചാണ്ടി വൻ വിജയമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഉമ്മൻചാണ്ടി UDFും കനത്ത പരാജയം ഏറ്റുവാങ്ങി. വിജയിച്ചതും മുന്നേറിയതും CPIM-ഉം LDFും. ഇതിന് കാരണം കേരളത്തിന്റെ മതനിരപേക്ഷ മനസ്സാണ്. നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷ ന്യൂനപക്ഷ വ്യത്യാസമില്ലാതെ മഹാഭൂരിപക്ഷം ജനങ്ങളും മതനിരപേക്ഷമായി ചിന്തിക്കുന്നവരാണ്. അങ്ങനെ രൂപം കൊണ്ട മതനിരപേക്ഷ മനസ്സ്
വർഗീയതയുടെ ആപത്ത് തിരിച്ചറിഞ്ഞു. വർഗീയതയുമായി കള്ളക്കളി കളിക്കുന്നവരുടെ നിലയും മനസ്സിലാക്കി. അതിനനുസൃതമായ നിലപാട് മതനിരപേക്ഷ മനസ്സ് സ്വീകരിച്ചു. ഇതാണ് കേരളത്തിന്റെ മതനിരപേക്ഷതക്ക് പോർലേൽക്കാൻ ഇടയാക്കില്ല എന്നതിന്റെ ഗ്യാരണ്ടി. എന്നാൽ ഒരു കാര്യത്തിൽ കൂടി ഈ മതനിരപേക്ഷ മനസ്സ് ജാഗ്രതാവേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ വർഗീയതക്ക് ഇടം നൽകാനുള്ള ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അമിത്ഷാ ഇവിടെ വന്നല്ലോ, പല കാര്യങ്ങളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പ്രധാന നേതാക്കൾ 10 സീറ്റിലെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ 70ഓളം ഹിന്ദു സംഘടനകളുണ്ട്. ആ സംഘടനകളെ ആകെ RSSന്റെ കൂടെ നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കേട്ടാ തോന്നും ഈ ഹിന്ദു സംഘടന എന്ന് പറഞ്ഞാൽ എല്ലാവരും RSSന്റെ കൂടെ പോകാൻ അങ്ങ് കച്ചകെട്ടി നിൽക്കുകയാണ്. ഈ പറഞ്ഞ ഈ സംഘടനകളെല്ലാം കൂടിയുള്ള ഒരു മുന്നണിയുണ്ട്. ആ മുന്നണിയുടെ നേതാവായിരുന്നു നേരത്തെ വെള്ളാപ്പള്ളി നടേശൻ. മറ്റ് ഭാരവാഹികളുമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ ഈ നിലപാട് സ്വീകരിച്ചപ്പോ, RSSന്റെ കൂടെ പോകാൻ തീരുമാനിച്ചപ്പോ അവരെല്ലാരും കൂടി തീരുമാനിച്ചു, നിങ്ങൾ ആരോട് ചോദിച്ചാണ് ഈ നിലപാടെടുത്തത്? ഈ നിലപാടിനോടൊപ്പം ഞങ്ങളില്ല. SNDPക്ക് വേണമെങ്കിൽ പോകാം. നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ളത് ഈ മുന്നണിയുടെ മുദ്രാവാക്യമായിരുന്നു. ആ മുദ്രാവാക്യം വെള്ളാപ്പള്ളി നടേശൻ ജാഥ നടത്തുമ്പോ സ്വന്താക്കി. പക്ഷേ അവര് ഉറച്ച നിലപാടെടുത്തു. ഞങ്ങളില്ല, ഞങ്ങള് ഓരോ ജാതിയുടെയും പ്രശ്നങ്ങളുടെ മേലെ സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. അത് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ്. അത് പരിഹരിക്കാൻ RSSന്റെ കൂടെ നിൽക്കലല്ല പോംവഴി. അത് ഈ നാട്ടിൽ തീക്കോരികളായിരിക്കും. RSSന്റെ കൂടെ നിൽക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല. വെള്ളാപ്പള്ളി നടേശനെ അവർ പുറത്തള്ളി. പുതിയ ആൾക്കാര്, ബാക്കിയുള്ളവർ നേരത്തെയുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ പുറത്തള്ളി അവർ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് ഈ നാട്ടിലെ ഹിന്ദു സംഘടനകൾ സ്വീകരിക്കുന്ന നിലപാട്. അത് ലക്ഷ്യം വെച്ചായിരുന്നു അവരെ അടക്കം SNDPയുടെ കൂടെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാവരെയും ഒന്നിച്ചു കൂട്ടുക എന്തായിരുന്നു RSS ഉദ്ദേശിച്ചത്. അത് പാടി. എന്നാൽ വീണ്ടും ശ്രമിക്കും എന്നാണ് RSS ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതാണ് അമിത്ഷായുടെ വാക്കുകളിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. അതൊരു ഭാഗം. 10 സീറ്റ് എന്ന് പറഞ്ഞത് കുമ്മനം രാജശേഖരൻ പറഞ്ഞതിൽ നിന്ന് നേരെ വിരുദ്ധാണല്ലോ. RSSന്റെ പ്രതിനിധിയായി BJP പ്രസിഡന്റായി അധികാരത്തിൽ വന്ന കുമ്മനം രാജശേഖരൻ ആദ്യം പറഞ്ഞത് 70-ലധികം സീറ്റുകളിൽ ജയിച്ചു വരുമെന്നാണ്. ജയിക്കുന്നോ തോൽക്കുന്നോ എന്നുള്ളതല്ല. ആ പറഞ്ഞതിന്റെ പൊരുളെന്താ? 140 സീറ്റിലും മത്സരിക്കാൻ ഞങ്ങൾ റെഡി, ഞങ്ങൾ മത്സരിക്കും, പകുതിയിലധികം സീറ്റിൽ ഞങ്ങൾ ജയിക്കും. ഇത് അല്ലാതെ തോറ്റുപോകുന്ന ഒരു പാർട്ടിയാണെങ്കിലും ഒരു പാർട്ടി എന്ന നിലക്ക് ജനങ്ങളോട് പറയുന്ന ഒരു കാര്യമെന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ
അതിൽ നിന്ന് ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു, 10ലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. 10 എന്നത് കൂടിയാലോചനക്കുള്ള ഒരു നമ്പർ മാത്രമാണ്. എന്ന് പറഞ്ഞാൽ അക്കൗണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു, അക്കൗണ്ട് തുടങ്ങാൻ സഹായം വേണം. ഇതാണ് പ്രശ്നം. അക്കൗണ്ട് തുടങ്ങാൻ ഇവർക്ക് സഹായം നേരത്തെ കോൺഗ്രസ് ചെയ്തിട്ടുണ്ട്, UDF ചെയ്തിട്ടുണ്ട്. അതായിരുന്നു വടകര ബേപ്പൂർ സഖ്യം, വടകര ബേപ്പൂർ മോഡൽ. പക്ഷേ ഏതൊക്കെ ഘട്ടത്തിൽ അങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴൊക്കെ നമ്മുടെ നാടിന്റെ മതനിരപേക്ഷ മനസ്സ് വൻതോതിൽ പ്രക്ഷുബ്ധമായി. അതിന്റെ ഫലം ആ നീക്കം ദയനീയമായി പരാജയപ്പെട്ടു. ഞങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥികൾ മികവാർന്ന ജയവും നേടി. ഇത് മതനിരപേക്ഷ മനസ്സിന്റെ ജാഗ്രതയുടെ ഫലമായി സംഭവിച്ചതാണ്. കേരളത്തിൽ ഇപ്പോ ഈ രണ്ടു കൂട്ടരും തുല്യ ദുഃഖിതരാണ്. സുവർണകാലം എന്ന് ഗവർണറെ കൊണ്ട് പറയിപ്പിച്ചെങ്കിലും അതീവ ഇരുണ്ട കാലത്തിലാണ് താൻ കിടക്കുന്നത് എന്ന് ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിനും നല്ലതുപോലെ അറിയാം. അവ രക്ഷപ്പെടാൻ വഴിയില്ല. 70-ലധികം സീറ്റ് നേടുമെന്ന് പറഞ്ഞ BJPക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിയുന്ന സാഹചര്യം. തീർച്ചയായും പിണറായി വിജയൻ മുണ്ടാക്കായത്ത് സംസാരിക്കുകയാണ്. തത്സമയ സംപ്രേഷണമാണ് നമ്മൾ കണ്ടത്. വാർത്തകളിലേക്ക്. സർക്കാരിന്റെ നയപ്രഖ്യാപനം വായിക്കേണ്ടി വന്നത് ഗവർണറുടെ ഗതികേടെന്ന് പിണറായി വിജയൻ. മാഫിയ സംഘത്തെ സംരക്ഷിക്കാൻ ഭരണഘടനയ്ക്ക് ബാധ്യതയുണ്ടോ എന്നും പിണറായി ചോദിച്ചു. സർക്കാരിന് താല്പര്യമുള്ളവർക്കെതിരെ കേസെടുക്കുന്നു, അല്ലാത്തവർക്കെതിരെ നടപടിയില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. നീതിന്യായ സംവിധാനത്തിലും ചീഫ് ജസ്റ്റിസ് എന്ന നിലക്കും നല്ല പേര് സമ്പാദിച്ച ആളായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ഒരാൾക്ക് വന്ന ഗതികേട് സഹതപിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് തയ്യാറാക്കി കൊടുക്കുന്ന കാര്യങ്ങൾ വായിക്കാനുള്ള ചുമതലയുണ്ട്. പക്ഷേ കേരളത്തിൽ ഒരു ഗവർണർക്കും ഇതുപോലൊരു ഗതികേട് വന്നിട്ടുണ്ടാവും തോന്നുന്നില്ല. അത്ര വലിയ കള്ളങ്ങളുടെ നീണ്ട പട്ടിക അതാണ് ഇന്നലെ ഗവർണറെ കൊണ്ട് ഗവൺമെൻറ് വായിപ്പിച്ചത്. ഭരണഘടനാ ബാധ്യത നിറവേറ്റാൻ ചുമതലപ്പെട്ട ആൾ തന്നെയാണ് ഗവർണർ. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള മാഫിയകളും ഇന്ന് കേരളത്തിലെ മന്ത്രിമാരും തമ്മിൽ എന്താ വ്യത്യാസം? മാഫിയകൾ ചെയ്യുന്നതെല്ലാം ഇന്ന് കേരളത്തിൽ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ചെയ്യുകയാണ്. ഒരു മാഫിയ സംഘത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ഭരണഘടന ഗവർണറിൽ നിക്ഷിപ്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ഭരണ തുടർച്ചയുണ്ടാകുമെന്ന് AK ആന്റണി. തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും ഇപ്പോഴത്തെ പൊടിപടലങ്ങൾ മാറും. സോളാർ വിഷയത്തിൽ കമ്മീഷൻ റിപ്പോർട്ട് ആക്ഷേപം ഉയർന്നാൽ അപ്പോൾ നോക്കാമെന്നും ആന്റണി പറഞ്ഞു. എനിക്ക് പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ അല്പം കൂടി ക്ഷമ കാണിക്കുക. ഇപ്പം സഹിഷ്ണുതയെക്കുറിച്ച് നമ്മളെല്ലാം ചർച്ച ചെയ്യുന്ന കാലഘട്ടമല്ലേ, കുറച്ചുകൂടി സഹിഷ്ണുത കാണിക്കുക. നിങ്ങൾ കൂടി ആവശ്യപ്പെട്ട് നിയോഗിച്ച കമ്മീഷന്റെ പ്രവർത്തനം ഒന്ന് പൂർത്തീകരിക്കട്ടെ. കമ്മീഷന്റെ റിപ്പോർട്ട് വരട്ടെ. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരെങ്കിലും കുറ്റക്കാരാണെങ്കിൽ അവരുടെ മേൽ നടപടിയെടുക്കണം. പക്ഷേ ഒരു കമ്മീഷന്റെ ചർച്ച സിറ്റിങ്ങിൻ്റെ ഇടയിൽ, വിചാരണയ്ക്കിടയിൽ ഓരോ ദിവസവും ഓരോ സാക്ഷികൾ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങളിപ്പോഴും നിഗമനത്തിലെത്തിരും. കമ്മീഷന്റെ നിഗമനം വരട്ടെ. SP സുകേഷിനെതിരെയുള്ള കേസ് കള്ളക്കേസാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സുകേഷിനെതിരെ കേസെടുക്കുകയും തമ്പാനൂർ രവിക്കെതിരെ കേസെടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ഇരട്ട നീതിയാണെന്നും കോടിയേരി അഭിപ്രായപ്പെട്ടു.
മന്ത്രിമാർ കോഴ വാങ്ങിയത് സംബന്ധിച്ച്, ബാബു കോഴ വാങ്ങിയത് സംബന്ധിച്ച് ശബ്ദരേഖ ഹാജരാക്കി. ആ ശബ്ദരേഖ സ്വീകരിക്കാൻ പാടില്ല, ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞുകൊണ്ട് ബാബുവിനെതിരെ കേസെടുത്തില്ല. ശബ്ദരേഖയുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ് KM മാണിക്കെതിരെ കേസെടുത്തില്ല. അപ്പൊ അവർക്കെല്ലാം എതിരായിട്ട് ശബ്ദരേഖ ബാധകമല്ല, സുകേശനെതിരായിട്ട് ശബ്ദരേഖ ബാധകമാണ് എന്നുള്ള ഒരു നിലപാട് ബോധപൂർവമായി ഈ സർക്കാർ ഒരു കള്ളക്കേസ് സുകേശനെതിരെ ഉണ്ടാക്കുന്നു എന്നതിന്റെ തെളിവാണ്. മാത്രമല്ല, ഇത്തരത്തിലൊരു നിലപാട് ഇപ്പൊ സ്വീകരിച്ച് രംഗത്ത് വന്നതിന്റെ പിന്നിൽ മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. സുകേശൻ നേരത്തെ കൊടുത്ത റിപ്പോർട്ട് അത് സ്വീകരിക്കാൻ പാടില്ല, ഇദ്ദേഹത്തിന്റെ റിപ്പോർട്ടൊന്നും വിശ്വസനീയമല്ല എന്ന് വരുത്തുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ലക്ഷ്യമിടുന്ന രണ്ട് കാര്യമാണ്. ഒന്ന്, നേരത്തെ KM മാണിയെ പ്രതിയാക്കി കൊടുത്തുകൊണ്ട് കൊടുത്ത റിപ്പോർട്ട് സ്വീകരിക്കാൻ പാടില്ല, കാരണം ഇദ്ദേഹം വിശ്വസനീയമല്ല. ഇപ്പോഴും KM മാണിയെ കുറ്റവിമുക്തനാക്കിക്കൊണ്ട് ഇദ്ദേഹം തന്നെ മറ്റൊരു റിപ്പോർട്ട് കോടതിയിൽ കൊടുത്തു. ആ റിപ്പോർട്ട് സ്വീകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇത് ഒരു വൈപരീത്യമുണ്ട്. ഇതിനുദ്ദേശിക്കുന്നത് ഒന്നുകിൽ കുറ്റവിമുക്തനാക്കപ്പെട്ട KM മാണിയെ അനുകൂലിച്ചു കൊടുത്ത റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇത് KM മാണിക്കെതിരായിട്ടുള്ള ഒളിയമ്പാണ്. സുകേശനെതിരായിട്ട് ഈ കേസെടുക്കുന്നത് KM മാണിയെ ഈ മന്ത്രിസ്ഥാനം തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമം തടയുക. ഇടവേള. അധികം എന്നതൊരു ചെറിയ വാക്കാണ്. എങ്കിലും ചിലരുണ്ട് ശരിയായ അർത്ഥത്തിൽ അധികം ചെയ്യുന്നവർ. ഈ അധികം എന്നത് എന്തിനാണ്? എന്റെ അച്ഛനു വേണ്ടി TVS ജൂപ്പിറ്റർ അധികം നീട്ടങ്ങളോടെ. कारण अपनी जगह पर होंगे, राजनीति अपनी जगह पर होगा, लेकिन सच्चाई यह है कि मानेक लाल होगा. That this is not a Dalit versus non-Dalit confrontation. പെരുംനുണകൾ പെയ്തുകൊണ്ടേയിരിക്കട്ടെ, ഭരണകൂടത്തിന്റെ കരിനാവുകൾ. നേര് വിളിച്ചു പറയാൻ ഈ ക്യാമ്പസ് ഉണ്ട്, പിഴുതെറിയപ്പെട്ട ഒറ്റ നാവ് പോലെ. സത്യത്തിൽ ഈ കൊലപാതകത്തിലേക്ക് അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുക. അതിലേക്ക് നയിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ MHRD മിനിസ്ട്രിയും മിനിസ്ട്രിയുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഈ ദളിത് വിദ്യാർത്ഥികളെ ഗൂഢാലോചനയുടെ ഫലമായി മനഃപൂർവ്വം സോഷ്യൽ ബോയ്ക്കോട്ട് നടത്തിയ വൈസ് ചാൻസലറുമാണ്. രോഹിത് വെബ്ലിക്ക് വേണ്ടി B അരുന്ധതി അന്യോന്യത്തിൽ. പശ്ചിമബംഗാളിൽ കോൺഗ്രസുമായി ധാരണ ഇല്ലെന്ന് SRP. ഇപ്പോൾ അതിന്റെ വിവരങ്ങളുമായി M സന്തോഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സന്തോഷ്, എന്തൊക്കെയാണ് SRP പശ്ചിമബംഗാളിലെ നിലപാട് സംബന്ധിച്ച് പറഞ്ഞത്? 21ാം പാർട്ടി കോൺഗ്രസിൽ നിന്ന് വ്യതിചലിക്കില്ല പാർട്ടി എന്നതടക്കമുള്ള നിലപാടുകൾ. അജിംഷാദ്, പശ്ചിമ ബംഗാൾ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPIM കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കും എന്ന തരത്തിലുള്ള വ്യാപകമായിട്ടുള്ള വാർത്തകൾ പ്രചരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം S രാമചന്ദ്രൻ പിള്ള പാർട്ടിയുടെ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള ധാരണയോ നീക്കുപോക്കോ പാർട്ടി ഉണ്ടാക്കില്ല. ഇത് 21ാം പാർട്ടി കോൺഗ്രസിൽ CPIM തീരുമാനിച്ചത് കോൺഗ്രസുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും യാതൊരു തരത്തിലുള്ള തിരഞ്ഞെടുപ്പ് സഖ്യങ്ങളോ ദേശീയ തലത്തിലോ പ്രാദേശിക തലത്തിലോ വേണ്ട എന്നുള്ളതാണ്. CPIM-ന് പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്ത് തരത്തിലുള്ള പ്രാദേശിക രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടിയും പാർട്ടി കോൺഗ്രസ് എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കുക അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കും എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്തകൾ അവാസ്തവമാണെന്നും S രാമചന്ദ്രൻ പിള്ള വ്യക്തമാക്കുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഈ മാസം 16, 17, 18 തീയതികളിൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി യോഗം ചേരുന്നുണ്ട്. പശ്ചിമ ബംഗാളിലെ തിരഞ്ഞെടുപ്പ്
നേതൃത്വം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനാണ് ഈ യോഗം ചേരുന്നത്. എങ്കിൽ കൂടിയും ഈ പാർട്ടി കോൺഗ്രസിന്റെ നിലപാടിൽ നിന്നും വ്യതിചരിച്ചുകൊണ്ട് കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുക എന്ന തരത്തിലേക്കുള്ള ചർച്ചകളിലേക്ക് പോലും കടക്കില്ല. മറിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടുത്തിക്കൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ പശ്ചിമ ബംഗാളിൽ വിജയിക്കുന്നതിനാവശ്യമായ കാര്യങ്ങളായിരിക്കും കേന്ദ്ര കമ്മിറ്റി ചർച്ച ചെയ്യുക എന്നും എസ് രാമചന്ദ്രൻപിള്ള വ്യക്തമാക്കി. അജിം ഷാ, അതായത് ഫാസിസ്റ്റ് ശക്തികളെ തോൽപ്പിക്കാൻ ഉദാരീകരണത്തിന്റെ വക്താക്കളെ പിന്തുണയ്ക്കേണ്ടതില്ല എന്ന പാർട്ടിയുടെ നിലപാട് എല്ലാ അർത്ഥത്തിലും ബംഗാളിലും തുടരും. അതുകൊണ്ട് കോൺഗ്രസുമായി മുമ്പോട്ട് പോകുന്ന കാര്യമില്ല. ഇത്തരത്തിൽ പ്രചരിപ്പിക്കപ്പെട്ട വാർത്തകൾ അവാസ്തവമാണ് എന്നും SRP പറയുന്നു. സന്തോഷം. തീർച്ചയായും അജിം ഷാ, കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള നീക്കുപോക്കിന് പോലും തയ്യാറാകില്ല എന്ന് പാർട്ടി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ചില കോണുകളിൽ നിന്നും, പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിലെ ചില പ്രാദേശിക നേതാക്കൾ, പ്രത്യേകിച്ചും ഇടതുപക്ഷത്തുള്ള ചില പ്രാദേശിക നേതാക്കൾ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കുന്നത് തെറ്റില്ല എന്ന തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ നേരത്തെ നടത്തിയിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിന്നാണ് കോൺഗ്രസും CPM-ഉം തമ്മിൽ സഖ്യമായി ബംഗാളിൽ മത്സരിക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വലിയ വാർത്തകൾ പ്രചരിക്കുന്നത്. അത് ദേശീയ തലത്തിൽ തന്നെ, ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ തന്നെ വലിയ വാർത്തയാക്കിയിരുന്നു. പ്രത്യേകിച്ചും കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ വിഭിന്ന ഇരുപക്ഷത്തു നിന്നും മത്സരിക്കുമ്പോൾ കോൺഗ്രസും CPI-ഉം ബംഗാളിൽ കക്ഷിയായി മത്സരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. പ്രത്യേകിച്ചും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ വാർത്ത ഇടതുപക്ഷത്തിന് എതിരെയുള്ള വലിയൊരു വാർത്തയായി പ്രചരിക്കുന്ന സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് പാർട്ടി പോളിറ്റ് ബ്യൂറോയുടെ അല്ലെങ്കിൽ പാർട്ടി ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് പുറത്തു വരുന്നത്. പാർട്ടി വിശാഖപട്ടണത്ത് ചേർന്ന 21ാം പാർട്ടി കോൺഗ്രസിൽ കോൺഗ്രസുമായി BJP-യുമായും സഖ്യം വേണ്ടതില്ല, പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തിപ്പെടുത്തുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം എന്ന് പ്രഖ്യാപിച്ചതാണ്. അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു തരത്തിലുള്ള സഖ്യവും ഉണ്ടാകില്ല എന്ന് പാർട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അജിം ഷാ. ശരി, എം സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. ബംഗാളിൽ കോൺഗ്രസുമായി CPIM ധാരണയിലെത്തി എന്ന വാർത്ത ശരിയല്ല. അത്തരത്തിൽ ഒരു നീക്കുപോക്കും ഉണ്ടായിട്ടില്ല. 21ാം പാർട്ടി കോൺഗ്രസിന്റെ നയനിലപാടുകളിൽ നിന്ന് മാറ്റമില്ലാതെ തന്നെ തുടരും. കോൺഗ്രസുമായല്ല, ഇടതുപക്ഷം ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നത് എന്നും ബംഗാളിൽ മത്സരിക്കുന്നതെന്നും CPIM പോളിറ്റ് ബ്യൂറോ അംഗം SRP എസ് രാമചന്ദ്രൻപിള്ള പറഞ്ഞിരിക്കുന്നു. ഇതിന്റെ വിശദാംശങ്ങളാണ് എം സന്തോഷ് നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിശ്വസ്തയും ഗുജറാത്ത് മുഖ്യമന്ത്രിയുമായ ആനന്ദിബെൻ പട്ടേൽ സ്വന്തം മകൾക്ക് സർക്കാർ ഭൂമി അനധികൃതമായി മറിച്ചു നൽകിയതിന്റെ തെളിവുകൾ പുറത്ത്. മോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയും ആനന്ദിബെൻ പട്ടേൽ റവന്യൂ മന്ത്രിയുമായിരിക്കുന്ന കാലത്താണ് സ്വന്തക്കാർക്ക് ഭൂമി മറിച്ചു നൽകിയത്. ദേശീയ സിംഹസംരക്ഷണ വനമായ ഗുജറാത്തിലെ ഗീർവന പ്രദേശങ്ങൾക്ക് സമീപമുള്ള 250 ഏക്കർ സർക്കാർ ഭൂമി ആനന്ദിബെൻ പട്ടേൽ മകൾ അനാർജേഷ് പട്ടേലിന്റെ ബിസിനസ് പാർട്ട്ണർമാർക്ക് പങ്കുള്ള കമ്പനിക്ക് നൽകി. 2010-2011 വർഷമായിരുന്നു ഇടപാട്. അന്ന് റവന്യൂ മന്ത്രിയായിരുന്നു ആനന്ദിബെൻ പട്ടേൽ. സർക്കാർ 50 ലക്ഷം രൂപ മതിപ്പ് വിലയിട്ട 250 ഏക്കർ ഭൂമി വെറും 60,000 രൂപയ്ക്കാണ് റവന്യൂ വകുപ്പ് ആനന്ദിബെൻ പട്ടേലിന്റെ മകളുടെ ബിസിനസ് പാർട്ട്ണർമാർക്ക് നൽകിയത്. റിസോർട്ട് നിർമ്മാണത്തിനാണ് ഭൂമി നൽകിയതെങ്കിലും ഇതുവരെ അത്തരമൊരു സംരംഭം പ്രദേശത്ത് ഉണ്ടായിട്ടില്ല എന്നതും സംശയത്തിനിട നൽകുന്നു. നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിഞ്ഞപ്പോൾ വിശ്വസ്തയായി തിരഞ്ഞെടുത്തതും മുഖ്യമന്ത്രി സ്ഥാനം കൈമാറിയതും ആനന്ദിബെൻ പട്ടേലിനായിരുന്നു. അതുകൊണ്ട് തന്നെ ആനന്ദിബെൻ പട്ടേലിനെതിരെ പുറത്തുവന്ന തെളിവുകൾ സ്വതന്ത്ര അന്വേഷണ സംഘം പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ പാർട്ടികൾ ആവശ്യപ്പെട്ടു. ആനന്ദിബെൻ പട്ടേൽ ഇതുവരെ അഴിമതിയെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനം തുടങ്ങാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഗുജറാത്തിൽ നിന്ന് വരുന്ന ആരോപണങ്ങൾ മോദി സർക്കാരിന് തലവേദനയാകും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇന്ത്യ പാകിസ്ഥാൻ ചർച്ച ഉടൻ പുനരാരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫ്. കശ്മീർ ഉൾപ്പെടെയുള്ള വിവാദ വിഷയങ്ങൾ ചർച്ചയിലൂടെ മാത്രമേ പരിഹരിക്കാൻ കഴിയൂവെന്നും നവാസ് ഷെരീഫ് അഭിപ്രായപ്പെട്ടു. പാകിസ്ഥാൻ അധീന കാശ്മീരിലുള്ള മുസാഫർപൂരിൽ കാശ്മീർ ഐക്യദാർഢ്യ ദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലാണ് ഇന്ത്യ പാക് ഉഭയകക്ഷി ചർച്ച ഉടൻ പുനരാരംഭിക്കാൻ കഴിയുമെന്ന് നവാസ് ഷെരീഫ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത്. കാശ്മീർ ഉൾപ്പെടെയുള്ള നിരവധി വിഷയങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ അസ്വാരസ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആരോഗ്യപരമായ ചർച്ചകൾ മാത്രമാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പോംവഴിയെന്നും നവാസ് ഷെരീഫ് പറഞ്ഞു. തീവ്രവാദത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ ഇന്ത്യയുമായി പൂർണ്ണമായും സഹകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാണ്. പാകിസ്ഥാനാണ് തീവ്രവാദ ഭീഷണി ഏറ്റവും കൂടുതലായി നേരിടുന്ന രാജ്യം. അതുകൊണ്ട് തന്നെ തീവ്രവാദം ഇല്ലാതാക്കേണ്ടത് പാകിസ്ഥാന്റെ ആവശ്യമാണ്. ഇന്ത്യയുമായി നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ 6 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും പരിഹരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും നവാസ് ഷെരീഫ് പറഞ്ഞു. നിരന്തരമായ ചർച്ചകളിലൂടെ മാത്രമേ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കാൻ കഴിയൂവെന്നും നവാസ് ഷെരീഫ് വ്യക്തമാക്കി. പത്താൻകോട്ട് ഭീകരാക്രമണത്തെ തുടർന്ന് മാറ്റിവെച്ച ഇന്ത്യ പാക് സെക്രട്ടറി തല ചർച്ച സംബന്ധിച്ച അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് നവാസ് ഷെരീഫിന്റെ പ്രതികരണം. ന്യൂസ് ബ്യൂറോ, ദില്ലി.
സംസ്ഥാനത്ത് വിൽപ്പനയ്ക്കെത്തുന്ന തേയില വ്യാപകമായി മായം കലർത്തുന്നതായി കണ്ടെത്തൽ. തൃശൂർ മണ്ണൂത്തിയിലെ അനധികൃത കേന്ദ്രത്തിൽ നിന്ന് 3000 കിലോ ചായപ്പൊടികളാണ് പിടികൂടിയത്. കൃത്രിമ നിറങ്ങൾ ചേർത്ത് ഹോട്ടലുകളിൽ വിതരണം ചെയ്യാനെത്തിച്ച തേയിലയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടിച്ചെടുത്തത്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലേക്ക് വിതരണത്തിനെത്തിച്ച 3000 കിലോ തേയിലയാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം പിടികൂടിയത്. ഹാനികരമായ രാസവസ്തുക്കൾ ഉപയോഗിച്ച് കൃത്രിമ നിറം കലർത്തിയാണ് തേയില വിപണനം നടത്തിവന്നത്. ഹോട്ടലുകളും തട്ടുകടകളുമാണ് മയൂരി എന്ന ബ്രാൻഡിലെത്തുന്ന ചായപ്പൊടിയുടെ ആവശ്യക്കാർ. തുച്ഛമായ വിലയിൽ ലഭിക്കുമെന്നതിനാൽ സംസ്ഥാനത്തുടനീളം വൻ വിൽപ്പനയാണ് നടന്നുവന്നത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം അസിസ്റ്റന്റ് കമ്മീഷണർ CL ദിലീപിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് തേയില കണ്ടെത്തിയത്. ഉദ്ദേശം 3000 കിലോയോളം തേയില കണ്ടെടുത്തിട്ടുണ്ട്. തേയിലയിൽ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കളറിംഗ് മെറ്റീരിയലും ഇതിനോടൊപ്പം കണ്ടെത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് എത്തിക്കുന്ന തേയില കോയമ്പത്തൂരിലെ പ്ലാന്റിലാണ് രാസവസ്തുക്കൾ കലർത്തി കൃത്രിമ നിറം നൽകുന്നത്. തുടർന്ന് പാക്കിംഗ് യൂണിറ്റുകൾ വഴി കേരളത്തിലെ വിവിധ ജില്ലകളിലേക്ക് എത്തും. പാലക്കാട് സ്വദേശി മണികണ്ഠന്റെ ഉടമസ്ഥതയിൽ 4 മാസക്കാലമായി മണ്ണൂത്തിയിൽ പാർക്കിംഗ് കേന്ദ്രം പ്രവർത്തിച്ചു വരികയായിരുന്നു. ചായപ്പൊടിയുടെ കവറിൽ ഊട്ടിയിലെ കമ്പനിയുടെ വിലാസമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പിടികൂടിയ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിന്റെ കാലത്തും ഏവരെയും പഴങ്കഞ്ഞിയുടെ രുചി പകർന്ന പഴമയിലേക്ക് കൊണ്ടുപോകുന്നു അടൂരിലെ അമ്മച്ചിക്ക് പഴങ്കഞ്ഞിക്കട. ഇവിടുത്തെ പഴങ്കഞ്ഞിയുടെ രുചി നുകരാൻ കിലോമീറ്ററുകൾക്കപ്പുറത്തു നിന്നാണ് ആളുകൾ എത്താറുള്ളത്. അമ്മച്ചിയുടെ കിടുക്കൻ അടുക്കള, നല്ല കിടുക്കൻ പേര്. സ്വന്തം മക്കൾക്ക് നൽകുന്നത് പോലെയാണ് അമ്മച്ചി നാട്ടുകാർക്ക് മുഴുവൻ പഴങ്കഞ്ഞി വിളമ്പുന്നത്. തലേ ദിവസം ഉച്ച കഴിഞ്ഞ് ചോറുണ്ടാക്കും. അതിൽ വെള്ളമൊഴിച്ച് ഉപ്പും ചെറിയ ഉള്ളി ചതച്ചതും ഇട്ട് അടച്ചു വെക്കും. രാവിലെ എടുത്ത് അരകലയിൽ അരച്ച മുളക് ചമ്മന്തിയും ഉണക്കമീൻ ചുട്ടതും അച്ചാറും തോരനുമൊക്കെയായി വിഭവസമൃദ്ധമായി അങ്ങ് വിളമ്പും. നാവിൽ വെള്ളമൂറുന്നുണ്ടല്ലേ? അടൂർ ബൈപ്പാസിലാണ് ഇത്ര രുചികരമായ പഴങ്കഞ്ഞി വിൽപ്പന നടക്കുന്നത്. ഇങ്ങനെയൊരു ആഹാര സാധനം ഉണ്ടായിരുന്നു എന്ന് പുതുതലമുറയ്ക്ക് കാണിച്ചു കൊടുക്കുക എന്ന ഒരു ലക്ഷ്യം കൂടെ ഈ ഉദ്യമത്തിന് പിന്നിലുണ്ട്. അടുത്ത തലമുറ അറിയണം ഈ ആഹാര സാധനം ഒരു സമയത്ത് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നെന്നും കഴിഞ്ഞ തലമുറ ഇത്രയും ആരോഗ്യമായിട്ട് എങ്ങനെ ജീവിച്ചിരുന്നു എന്നും പുതിയ തലമുറയെ പഠിപ്പിക്കാനും അറിയിക്കാനും വേണ്ടി ഞാൻ തുടങ്ങിയ പ്രസ്ഥാനമാണ്. മറ്റു കടകളിൽ നിന്നും വ്യത്യസ്തമായി ചട്ടിയിലാണ് ഇവിടെ കഞ്ഞി വിളമ്പുന്നത്. ഇതിന്റെ രുചി പെരുമ തേടി കിലോമീറ്ററുകൾ താണ്ടിയും ഇവിടെ ആൾക്കാരെത്തും. ഞങ്ങളിത് ഒരു വാട്സാപ്പിലൊരു വീഡിയോ കണ്ടതിന്റെ ഭാഗമായിട്ട് ഇത് കഴിക്കണമെന്ന് ആഗ്രഹിച്ചു വരുന്നവരാണ്. അത് 40 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഞങ്ങൾ വരുന്നത്. കരുനാപ്പള്ളി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. കഴിച്ചിട്ട് ഞങ്ങൾക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കൂട്ടുകാരത്ത് പറയും, എല്ലായിടത്തും വന്ന് കഴിക്കണമെന്ന് പറയും. ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇതിനു വേണ്ടി മാത്രം വന്നവരാണ്, ഇത് കഴിക്കണമെന്ന് ആഗ്രഹിച്ചു വേണ്ടി മാത്രം വന്നവരാണ്. പഴങ്കഞ്ഞി മലയാളികളുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. പഴയ തലമുറ അവരുടെ ആരോഗ്യം കാത്തുസൂക്ഷിക്കാൻ തീന്മേശകളിൽ എന്നും പ്രധാന സ്ഥാനം നൽകിയിരുന്ന ഇനം ഇന്ന് പുതുതലമുറയുടെ ആഹാര രീതികൾ ഫാസ്റ്റ് ഫുഡ് സംസ്കാരത്തിലേക്ക് വഴിമാറി നടന്നു നീങ്ങിയപ്പോഴാണ് അമ്മച്ചി പഴമയുടെ രുചി വിളമ്പി നമ്മളെ ഓരോരുത്തരെയും ഇവിടേക്ക് മാടി വിളിക്കുന്നതും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പാലക്കാട് നൂറണിയിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം നടത്തിയ റെയ്ഡിൽ 5 ടൺ കൃത്രിമ തേയില പിടികൂടി. കളറുകൾ ചേർത്ത തേയില ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്ന കേന്ദ്രത്തിലായിരുന്നു പരിശോധന. നിർമ്മാണത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്ന പാലക്കാട് സ്വദേശി മുഹമ്മദ് ഇക്ബാലും പിടിയിലായി. ഭക്ഷ്യസുരക്ഷാ ഇന്റലിജൻസ് വിഭാഗം തിരുവനന്തപുരത്ത് നിന്ന് ആരംഭിച്ച അന്വേഷണത്തിനൊടുവിലാണ് പാലക്കാട്ടെ കൃത്രിമ തേയില ഉൽപാദന വിതരണ കേന്ദ്രം കണ്ടെത്താനായത്. തിരുവനന്തപുരത്തെ തട്ടുകടകളിൽ ലഭിക്കുന്ന ചായയ്ക്ക് പിന്നിലെ രഹസ്യം തേടിയ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ജനുവരി 30 മംഗലപുരത്ത് വെച്ച് 750 കിലോ കൃത്രിമ തേയില കണ്ടെത്തിയിരുന്നു. നിർമ്മാണ കേന്ദ്രം പാലക്കാട്ടാണെന്നറിഞ്ഞ സംഘം നൂറണിയിലെ വാടക വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 5 ടൺ കൃത്രിമ തേയില പിടികൂടി. മയൂരി, അമൂർത്തം എന്നീ ബ്രാൻഡുകളിലാണ് വിപണിയിൽ ഇതെത്തിയത്. മനുഷ്യ ശരീരത്തിന് ഹാനികരമായ 5 കളറുകളും ഒരു ഫ്ലേവറും ചേർത്താണ് നിർമ്മാണം. ഫാക്ടറികളിൽ നിന്ന് ഒഴിവാക്കുന്ന തേയിലച്ചണ്ടിയാണ് നിർമ്മാണത്തിനായി കൂടുതലും ഉപയോഗിക്കുന്നത്. സീനിയർ ഫുഡ് സേഫ്റ്റി ഓഫീസർ അജയ്കുമാർ. സൺസെറ്റല്ലോ അതുപോലെ തന്നെ മാർക്കറ്റിൽ കാണുന്നതല്ല, 5 കളേഴ്സും അതുപോലെ തന്നെ വളരെ ഭയാനകരമായ മറ്റൊരു വസ്തുത എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് അഡിറ്റ്യൂസ് ചേർന്നിട്ടുണ്ട്. അഡിറ്റ്യൂസ് എന്ന് പറഞ്ഞാൽ കൃത്രിമ ഇൻഡസ്ട്രിയൽ പർപ്പസിന് ഉപയോഗിക്കേണ്ട ജനറൽ അഡിറ്റ്യൂസ്, അതായത് ഫ്ലേവേഴ്സ് മറ്റ് ബ്രാൻഡഡ് തേയിലൊന്നും കാണാത്ത വിധം ഈ അഡിറ്റ്യൂസും കൂടെ ചേർത്താണ് ഇത്ര ശാസ്ത്രീയമായ രീതിയിൽ അവരിത് തയ്യാറാക്കുന്നത്. വർഷങ്ങളായി കൃത്രിമ തേയില ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നയാളാണ് പിടിയിലായ മുഹമ്മദ് ഇക്ബാൽ. ഭക്ഷ്യസുരക്ഷാ നിയമം 38B 42 വകുപ്പുകൾ ചേർത്ത് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.